ഹായ് പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോക്ക്, ആൻറ്റിയുടെ കയ്യിലെന്താണ്? നിങ്ങൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു കഴിഞ്ഞു, ഇത് കറിവേപ്പില. ഏത് ചെറുകുടിലുകളിലും കൊട്ടാരത്തിലും അതുപോലെ നക്ഷത്ര ഹോട്ടലുകളിലും എല്ലാ വീടുകളിലും കറിക്കും മറ്റുമായിട്ടൊക്കെ ഉപയോഗിക്കും അല്ല ഈ ഇല. ഇതിൽ അങ്ങനെയുള്ള ഔഷധ ഗുണമുള്ള ഇലയാണിത്. ദൈവം ഇതിനെങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്, ഭയങ്കര പ്രാധാന്യം ഇതിനുണ്ട്. അപ്പോൾ ഇതെല്ലാം ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുകയാണ്. അതുപോലെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ നോക്കിയ തുളസിയിൽ ഇതും ഔഷധ ഗുണമുള്ള ഇലയാണ്. പനിക്കൂർക്ക ഇല, പിന്നെ നമുക്ക് ഇതൊക്കെ ആണെങ്കിൽ ഇത് ഒരു തരം ചീരയാണിത്. ഇത് നമുക്ക് ഇതിൻ്റെ ഇല എടുത്ത് കഴിക്കാൻ പറ്റും, നമുക്ക് കറി തോരനായിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പം ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുകയാണ് ഇതൊക്കെ. നമ്മുടെ ഇടയിൽ ഒരു പറച്ചിലുണ്ടല്ലേ, കറിവേപ്പില പോലെ എടുത്ത് കളയുമെന്ന്. അങ്ങനെ അത് ആവശ്യം കഴിഞ്ഞാൽ എടുത്ത് കളയും എന്നുള്ള ഒരിതാണ്. പക്ഷേ ഇത് അങ്ങനെ പറയാതിരിക്കുന്നതല്ല. കാരണം ഇതങ്ങനെ എടുത്ത് കളയുന്നൊരു സാധനം അല്ല. ശരിക്കും നമുക്കിത് ചവച്ചരച്ച് കഴിക്കുന്ന ഒരു സംഗതിയാണ്. ഓരോ ഇലയിൽ പോലും ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. ഈ പുൽച്ചെടി നോക്കിയേ, ഇത് എന്തൊരഴകായിരിക്കുന്നു. ഇതിലെല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ കറിവേപ്പില കാണിച്ചു അല്ലേ, അതിൻ്റെ ഓരോ ഇലയും വളരെ വ്യത്യാസമുള്ളതാണ്. നമുക്ക് ഒരുപോലെയൊക്കെ തോന്നും. ഒരു വൃക്ഷത്തിലുള്ള ഇലകളെല്ലാം ഭയങ്കര വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഇന്ന് മാനവജാതിയെ നോക്കിയാൽ തന്നെ എല്ലാവരും കണ്ണും മൂക്കും വായതൊക്കെ ആണെങ്കിലും എല്ലാവരും വ്യത്യസ്തരാണ്. ഓരോ മാനവജാതിക്കും വ്യത്യാസങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ മഹത്വത്തെ നമുക്ക് ആകാശത്തെ നോക്കിയാൽ വചനത്തിൽ കാണുന്ന ആകാശം ദൈവത്തെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം ദൈവത്തിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഇങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുകയാണ്. സ്വർഗത്തിലും സാറാഫുകൾ പറന്നുകൊണ്ട് പറയുന്നത്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ്. അതെ, ഈ ഭൂമിയിലെ മൺതരി പോലും നമ്മുടെ കർത്താവിൻ്റെതാണ്. ദുഷ്ടനായ പിശാചിന് അവകാശം പറയാനായിട്ട് യാതൊന്നുമില്ല. ദുഷ്ടനായ സാധാരണ ദൂതന്മാർക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യാഗ്നി ആ തീച്ചൂളിലേക്ക് മാനവജാതിയെ പാപത്താൽ വലിച്ചിഴച്ചു. എന്നാൽ വലിയവനായ സ്നേഹവനായ ദൈവം അവിടെ ഒരു കരുതൽ, രക്ഷ ഒരുക്കി സൗജന്യമായിട്ട് മാനവജാതിക്ക് ദൈവം ഒരുക്കി ആ രക്ഷ, ആ കർത്താവിൻ്റെ ആ സ്നേഹം നമുക്ക് ആ ക്രൂശിൽ കാണാൻ സാധിക്കും. സങ്കീർത്തനം 98 നാം കാണുന്നത്, ദൈവം തൻ്റെ രക്ഷയെ അറിയിച്ചും ജാതികൾ കാണുകെ തൻ്റെ നീതിയെ വെളിപ്പെടുത്തിയും ഇരിക്കുന്നു എന്നാണ്. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. കർത്താവ് അത് ക്രൂശിൽ വെളിപ്പെടുത്തി. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, നീളം, ഉയരം അത് നമുക്ക് ഗണിക്കാവതല്ല. നാം പാടാറുണ്ടല്ലോ, ആഴിയിലും ആഴം ദൈവത്തിൻ്റെ സ്നേഹം, കുന്നുകളിലേറും അതിനുയരും സ്നേഹം, അതെന്തൊരാശ്ചര്യമേ ദൈവസ്നേഹം, എത്ര അത്ഭുതമേ സ്നേഹം, അതെന്തൊരാശ്ചര്യമേ ദൈവസ്നേഹം, എത്ര അത്ഭുതമേ ദൈവസ്നേഹം, ചൊല്ലാൻ ആവില്ലെനിക്ക്, വർണ്ണിച്ചതു തീർപ്പാൻ നാവില്ലെനിക്ക്. നമ്മുടെ ഇന്നത്തെ വാക്യം യോഹന്നാൻ 4:9. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. യോഹന്നാൻ 4:9. കൂട്ടുകാരെ, നമുക്ക് ഒരു സിമ്പിൾ ആക്ഷൻ സോങ് ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാം. God's love is so wonderful, God's love is so wonderful, God's love is so wonderful, oh wonderful love, so high you can't get over it, so deep can't get under it, so